ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേറ്റർ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ചിട്ടുള്ള ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ട പോസ്റ്റിന്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റത്തെ IC എഞ്ചിൻ എന്നുള്ള ഭാഗത്ത് നിന്നും 10 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു 10 ക്വസ്റ്റ്യൻസ് വാട്ടർ അതോറിറ്റി വിളിച്ച മെക്കാനിക്കൽ പാർട്ടിൽ അടുത്തൊരു 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് കാറ്റഗറി നമ്പർ കഴിഞ്ഞ തവണ വിളിച്ച കാറ്റഗറി നമ്പർ 211/2020 ആയിരുന്നു. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 008/2022 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 1 ആയിട്ട് നമ്മളൊരു 10 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാലൻസ് ആണിത്. അപ്പോൾ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സോൾഡറിങ് ഓൺ എ ഷീറ്റ് മെറ്റൽ ജോയിന്റ്? ഒരു ഷീറ്റ് മെറ്റൽ ജോയിന്റ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഷീറ്റ് മെറ്റൽ ജോയിന്റിന് ശേഷം സോൾഡറിങ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് ടു അവോയ്ഡ് ബെൻഡ്, ഓപ്ഷൻ ബി പറയുന്നത് ടു അവോയ്ഡ് ക്രാക്ക്, ഓപ്ഷൻ സി പറയുന്നത് ടു അവോയ്ഡ് ലീക്ക്, ഓപ്ഷൻ ഡി പറയുന്നത് ടു മേക്ക് സ്ട്രെങ്ത്ലെസ്. അപ്പോൾ നമ്മൾ ഷീറ്റ് മെറ്റൽ ജോയിന്റ്സ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് പഠിക്കാനുണ്ട്. മെക്കാനിക്കലിന്റെ പാർട്ട് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ്, ഷീറ്റ് മെറ്റൽ ജോയിന്റ്സ് ഉണ്ട്, വെൽഡിംഗ് ജോയിന്റ്സ് ഉണ്ട്, റിവെറ്റഡ് ജോയിന്റ്സ് ഉണ്ട്, അല്ലെ? അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ജോയിന്റുകളിൽ ഷീറ്റ് മെറ്റൽ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സോൾഡറിങ് ചെയ്യുന്നത്, ഷീറ്റ് മെറ്റൽ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ജോയിന്റ്സിൽ സോൾഡറിങ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഷീറ്റ് മെറ്റൽ ജോയിന്റ്സിന്റെ ഉള്ളിൽ സോൾഡറിങ് ചെയ്യുന്നത് ഒരിക്കലും സ്ട്രെങ്ത് കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഈ ജോയിന്റ്സിന്റെ ഇടയിലൂടെ നമ്മൾ വലിയ ടാങ്ക്, അതേപോലെ തന്നെ കണ്ടെയ്നറുകൾ അങ്ങനെയൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും അത് ഈ ഒരു ഗ്യാപ്പിലൂടെ, ജോയിന്റ്സിന്റെ ഗ്യാപ്പിലൂടെ ലീക്ക് ഔട്ട് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ ലീക്ക് ഔട്ട് തടയുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കേജ് ആവുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, ടു അവോയ്ഡ് ലീക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജോയിന്റ്സിൽ സോൾഡറിങ് ചെയ്യുന്നത്. ഒരു ലോ മെൽറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അലോയ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, സോൾഡറിങ് ചെയ്ത് കൊടുക്കും. സോ അതാണ് പറയുന്നത് കേട്ടോ. സോൾഡറിങ് ഫിൽസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഷീറ്റ് മെറ്റൽ ജോയിന്റ്സ് യൂസിങ് ലോ മെൽറ്റിംഗ് അലോയ്. ദിസ് പ്രിവെന്റ് ദ പാസേജ് ഓഫ് ലിക്വിഡ് ഓർ ഗ്യാസസ് വിച്ച് ഈസ് എക്സ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഇൻ കണ്ടെയ്നേഴ്സ്, ഡക്ട്സ് ആൻഡ് ടാങ്ക്സ്. അല്ലെ, കണ്ടെയ്നേഴ്സും ഡക്റ്റും ടാങ്ക്സിലൊക്കെ ലീക്ക് ആകുക എന്ന് പറയുന്നത്, ലീക്ക് ആകാതെ അത് തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ അവിടെ ലീക്ക് പ്രൂഫ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ, ഇൻഡസ്ട്രിയൽ പർപ്പസ് നോക്കുന്ന സമയത്ത്. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലീക്ക് ജോയിന്റ്സിൽ സോൾഡറിങ് ചെയ്യുന്നത്, അല്ലെ. സോൾഡറിങ് ഈസ് നോട്ട് മീൻ ടു ഇൻക്രീസ് സ്ട്രെങ്ത്, ഇറ്റ് ഈസ് മെയിൻലി ഫോർ സീലിംഗിന് വേണ്ടിയിട്ടാണ് സോൾഡറിങ് നോർമലി ഈ ഒരു ഷീറ്റ് മെറ്റൽ ജോയിന്റ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ്, അല്ലെ, ടു അവോയ്ഡ് ലീക്ക് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഫസ്റ്റ് വൺ ടു അവോയ്ഡ് ബെൻഡ്, സെക്കൻഡ് ക്രാക്ക്, തേർഡ് ലീക്ക്, ടു അവോയ്ഡ് ലീക്ക് ആയിരുന്നു. ദെൻ ടു മേക്ക് സ്ട്രെങ്ത്ലെസ് ആയിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ടു അവോയ്ഡ് ലീക്ക് ആണ് വരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാണ്. വിച്ച് പാർട്ട് ഈസ് ഇൻ ദ ഇന്റേണൽ ഗിയർ പമ്പ് ആക്ട് ആസ് എ സീൽ? അത് താഴെ പറയുന്ന ഗിയർ പമ്പുകളുടെ ഇന്റേണൽ ഭാഗങ്ങൾ ഏതാണ് ഒരു സീല് പോലെ ആക്ട് ചെയ്യുന്നത്? ഗിയേഴ്സ്, ഗ്യാസ്കറ്റ്, സീലിംഗ് റിംഗ്, ക്രസന്റ് ഷേപ്ഡ് സ്പേസർ. നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഇന്റേണൽ ഗിയർ പമ്പിനെയും എക്സ്റ്റേണൽ ഗിയർ പമ്പിനെയും കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അതിന്റെ ഫ്ലോവും അതിന്റെ ഫിഗറൊക്കെ കാണിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്റേണൽ ഗിയർ പമ്പ്, എന്താണ് എക്സ്റ്റേണൽ ഗിയർ പമ്പ് എന്നൊക്കെ. നമുക്ക് കുറേ അധികം പമ്പുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ പമ്പുകളുടെയും വർക്കിംഗ് നമുക്കറിയണം. അതിലെങ്ങനെയാണ് അതിൽ ഫ്ലൂയിഡിന്റെ ഫ്ലോ അല്ലെങ്കിൽ ലിക്വിഡിന്റെ ഫ്ലോ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ ഇന്റേണൽ ഗിയർ പമ്പിൽ അകത്ത് സീലായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ ഞാനൊരു ഇന്റേണൽ ഗിയർ പമ്പിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിലൊരു ഇൻലെറ്റ് പോർട്ട് കാണാൻ പറ്റും, അതേപോലെ ഔട്ട്ലെറ്റ് പോർട്ട്. ഇൻലെറ്റ് പോർട്ടിലൂടെ കയറുന്ന ഫ്ലൂയിഡിനെ ഈ പുറത്തുള്ള ഔട്ടർ എക്സ്റ്റേണൽ സ്പർ ഗിയർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ, എക്സ്റ്റേണൽ ഗിയർ ആണ്. ഇതിന്റെ അകത്തൊരു ഇന്റേണൽ ഗിയർ ഉണ്ട്, ചെറിയൊരു ഗിയർ, ഇന്റേണൽ ഗിയർ ഉണ്ട്. ഈ രണ്ട് ഗിയറുകൾക്ക് ഇടയിലൂടെയാണ് ഈ ഫ്ലൂയിഡിനെ കടത്തി വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ പ്രഷറൈസ് ചെയ്തിട്ട് ഔട്ട്ലെറ്റ് പോർട്ടിലൂടെ പുറത്തോട്ട് എക്സിറ്റ് ചെയ്യുന്നത്. സോ ഇതിന്റെ അകത്താണ് നമുക്ക് ഇവിടെ ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ പറയുന്നത് ക്രസന്റ് ഷേപ്പ്, അല്ലെങ്കിൽ ആ പാർട്ടിനാണ് നമ്മൾ പറയുന്നത് ക്രസന്റ് ഷേപ്ഡ് സീൽ അല്ലെങ്കിൽ ക്രസന്റ് ഷേപ്ഡ് സ്പേസർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാറുണ്ട്, അല്ലെ. അപ്പൊ ഇവിടെ ഇത് എന്താണ് ചെയ്യുന്നത്, ഇതിലോട്ടുള്ള വരുന്ന ഇൻലെറ്റ് പോർട്ടിലോട്ട് വരുന്ന ഈ ഒരു പോർട്ടിലൂടെ ഇങ്ങോട്ട് കയറുന്ന ഫ്ലൂയിഡിനെ എന്ത് ചെയ്യുന്നു, ബാക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്നതൊക്കെ ഈ സീലാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രഷർ ആവശ്യമായിട്ടുള്ള ഈ ഒരു പ്രഷറൈസ്ഡ് റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ക്രസന്റ് ഷേപ്ഡ് സീൽ തന്നെയാണ്.
സോ ഇതാണ് അപ്പൊ നമ്മുടെ ആൻസർ വരിക ഈ ക്രസന്റ് ഷേപ്ഡ് സീലായിരിക്കും അല്ലെ. ദ ക്രസന്റ് ഷേപ്ഡ് സ്പേസർ ഫിറ്റ്സ് ബിറ്റ്വീൻ ദ ഇന്നർ ആൻഡ് ഔട്ടർ ഗിയേഴ്സ്. ഇന്നർ ഗിയേഴ്സിനും ഔട്ടർ ഗിയേഴ്സിനും ഇടയിലാണ് ക്രസന്റ് ഷേപ്ഡ് സ്പേസർ ഫിറ്റ് ചെയ്യുന്നത്. ഇറ്റ് സെപ്പറേറ്റ്സ് ദ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ചേംബേഴ്സ് ആൻഡ് പ്രിവെന്റ് ഫ്ലൂയിഡ് ഫ്രം ഫ്ലോയിങ് ബാക്ക്, ദസ് ആക്ടിങ് ആസ് എ സീലിംഗ് എലമെന്റ്. അപ്പൊ ഇൻലെറ്റ് ആയിട്ടുള്ളതും ഔട്ട്ലെറ്റ് ആയിട്ടുള്ളതും ചേംബറിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ക്രസന്റ് ഷേപ്പ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ വന്ന കയറിയായിട്ടുള്ള എൻ്റർ ആയിട്ടുള്ള ഫ്ലൂയിഡിനെ റിട്ടേൺ ആയിട്ട് ബാക്കിലോട്ട് പോകുന്നത് അല്ലെ, ബാക്കിലോട്ട് ഫ്ലോ ചെയ്യുന്നത് തടഞ്ഞു നിർത്തുന്നത് ആരായിരിക്കും? ഈ ക്രസന്റ് ഷേപ്പ് ആയിരിക്കും. സോ അതാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ക്രസന്റ് ഷേപ്ഡ് സ്പേസറിനെ കുറിച്ച് പറയുന്നത്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ക്രസന്റ് ഷേപ്ഡ് സ്പേസർ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. So moving to next question, which rivet is used in a heavy structural work? Which rivet is used in a heavy structural work? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിവെറ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിവെറ്റഡ് ജോയിന്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ റിവെറ്റ് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് റിവെറ്റ് ഹെഡ്സിനെ കുറിച്ചാണ്, രണ്ടാമത് റിവെറ്റഡ് ജോയിന്റ്സിനെ കുറിച്ചാണ് അല്ലെ. റിവെറ്റഡ് ജോയിന്റ്സിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ലാബ് ജോയിന്റ്, ബഡ് ജോയിന്റ്, അതിൽ സിംഗിൾ റിവെറ്റഡ് ഉണ്ടായിരിക്കും, ഡബിൾ റിവെറ്റഡ് ഉണ്ടായിരിക്കും. ബഡ് ജോയിന്റ് ആവുന്ന സമയത്ത് സിംഗിൾ സ്ട്രാപ്പ്, ഡബിൾ സ്ട്രാപ്പ് അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ചെയിൻ ടൈപ്പ്, സിഗ്സാഗ് ടൈപ്പ്, അതിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച്. സോ റിവെറ്റഡ് ഹെഡ്സും റിവെറ്റഡ് ജോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുള്ളത് വിച്ച് റിവെറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹെവി സ്ട്രക്ചറൽ വർക്ക് എന്നാണ്. ഹെവി സ്ട്രക്ചറൽ വർക്കിന് ഉപയോഗിക്കുന്ന റിവെറ്റ് ഏതാണെന്നാണ്. അപ്പൊ റിവെറ്റ് ഹെഡ്സിനനുസരിച്ച് നമുക്ക് കുറെ അധികം ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ പാൻ ഹെഡ് റിവെറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സ്നാപ്പ് ഹെഡ് റിവെറ്റ് കൊടുത്തിട്ടുണ്ട്, കൗണ്ടർ സങ്ക് റിവെറ്റ് കൊടുത്തിട്ടുണ്ട്, കോണിക്കൽ ഹെഡ് റിവെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 4 ഓപ്ഷനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതില് പാൻ ഹെഡ് റിവെറ്റ്, സ്നാപ്പ് ഹെഡ് റിവെറ്റ്, കൗണ്ടർ സങ്ക് റിവെറ്റ്, കോണിക്കൽ ഹെഡ് റിവെറ്റ്, 4 റിവെറ്റുകളും കാണാം. നമുക്ക് ഈ റിവെറ്റിന്റെ ഇതിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ഡയമെൻഷൻ നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ട്. മെക്കാനിക്കലിന്റെ പാട്ട് പഠിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും, ഡ്രോയിങ്ങിലൊക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും ഈ പ്ലേറ്റിന്റെ തിക്നെസ് ആയിരിക്കും റിവെറ്റിൽ തരുന്നുണ്ടായിരിക്കുക അല്ലെ. ഈ പ്ലേറ്റിന്റെ തിക്നെസ് ആയിരിക്കും തരിക, ടി ആയിരിക്കും നമുക്ക് വാല്യൂറ്റ് തരുന്നുണ്ടാകുക. ഈ ടി തന്നു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ചൂസ് ചെയ്യേണ്ട റിവെറ്റ് ഏതാണ് കറക്റ്റ് റിവെറ്റ്, ഇതിന്റെ ഡയമീറ്റർ അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യും അല്ലെ. ടിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡി ചൂസ് ചെയ്യുന്നത്. ഡി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, 6√T ആണ് ഇക്വേഷൻ അല്ലെ. ഈ ഇക്വേഷന്റെ ഒരു പേരുണ്ട്, അൺവിൻസ് ഫോർമുല എന്നാണ് ഇക്വേഷന്റെ പേര് അല്ലെ. നമ്മൾ ഇതും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അൺവിൻസ് ഫോർമുല എന്നാണ്. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹെവി സ്ട്രക്ചറൽ വർക്കിന് ഉപയോഗിക്കുന്ന റിവെറ്റ് ഏതാണ് എന്നാണ് അല്ലെ. ഹെവി സ്ട്രക്ചറൽ വർക്കിന് ഉപയോഗിക്കുന്നത് പാൻ ഹെഡ് ആണ്. നോർമലി ഈ ഒരു ചേംബറുകൾക്ക്, ബോയിലറുകൾക്ക്, അങ്ങനെയല്ല സ്ട്രക്ചറൽ വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന സ്നാപ്പ് ഹെഡും പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഹെവി സ്ട്രക്ചറൽ വർക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ്? പാൻ ഹെഡ് റിവെറ്റ്സ് ആണ് അതിന്റെ ഓപ്ഷന് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. വിച്ച് വാഷേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ വർക്ക്? സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് വാഷേഴ്സ് ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് എന്ന് ചോദിക്കുന്നത്? മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വാഷർ ഫ്ലാറ്റ് വാഷർ, പഞ്ച്ഡ് വാഷർ, ടാബ് വാഷർ, ടൂത്ത്ഡ് ലോക്ക് വാഷർ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ വർക്ക് ഉപയോഗിക്കുന്ന വാഷറുകൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും, പഞ്ച്ഡ് വാഷേഴ്സ് ആയിരിക്കും അല്ലെ. പഞ്ച്ഡ് വാഷേഴ്സ് നോർമലി നമ്മൾ ആ നെട്ട് ബോൾട്ടൊക്കെ അതിലൂടെ കടന്നു പോകുന്നതിനും ടൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. അതാണ് ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് ഓൾറെഡി പഞ്ച്ഡ് വാഷേഴ്സ് കാണാൻ പറ്റും. പഞ്ച്ഡ് വാഷേഴ്സ് ആർ തിക്ക് സ്ട്രോങ് വാഷേഴ്സ് മെയ്ഡ് ബൈ പഞ്ചിങ് ഫ്രം എ സ്റ്റീൽ പ്ലേറ്റ്. സ്റ്റീൽ പ്ലേറ്റിൽ നിന്ന് പഞ്ചിങ് എന്ന പ്രോസസ്സോട് കൂടിയിട്ട് അല്ലെ. നമ്മൾ ഷീറ്റ് മെറ്റലിന്റെ ഓപ്പറേഷൻസിൽ പറയുന്നതാണ് അത് പഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ പഞ്ചിങ് ഓപ്പറേഷനിലൂടെ നിർമ്മിച്ചെടുക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള വാഷേഴ്സ് ആണ് നമ്മുടെ പഞ്ച്ഡ് വാഷേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഡിസൈൻ ടു വിത്ത്സ്റ്റാൻഡ് ഹെവി ലോഡ്സ് ആൻഡ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ സ്റ്റീൽ ഫാബ്രിക്കേഷൻ, ബ്രിഡ്ജസ് ആൻഡ് ഹെവി കൺസ്ട്രക്ഷൻ. ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ പഞ്ച്ഡ് വാഷേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. നോർമലി പഞ്ച്ഡ് വാഷറിന്റെ ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ് നമ്മൾ. 5th ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ഹെവി ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? വിച്ച് മെറ്റൽ ഈസ് വെരി സോഫ്റ്റ് ആൻഡ് ഹെവി ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൂടുതലൊന്നും നോക്കാനൊന്നുമില്ല. കാരണം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ്? ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ. സോഫ്റ്റ് ആയിട്ട് ഹെവിയാണ്. ലെഡ് ഉണ്ട്, ബ്ലാക്ക് അയോൺ ഉണ്ട്, അലുമിനിയം ഉണ്ട്, കോപ്പർ ഷീറ്റ് ഉണ്ട്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ഓപ്ഷൻ? ലെഡ് ആയിരിക്കും അല്ലെ. ലെഡ് ആയിരിക്കും കറക്റ്റ് ആൻസർ. ലെഡ് ഈസ് വെരി സോഫ്റ്റ്, ഈസിലി മാലബിൾ ആൻഡ് ഇറ്റ് ഹാസ് ഹൈ ഡെൻസിറ്റി. അതിന്റെ ഭയങ്കര നല്ല ഡെൻസിറ്റി കൂടിയ ഒരു മെറ്റീരിയൽ ആണ് ലെഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി മോർ വെയിറ്റ് കൂടുതലായിരിക്കും, വെരി ഹെവി ആയിരിക്കും, മോർ വെയിറ്റ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ റൂഫിംഗ് ഷീറ്റ്സ്, റേഡിയേഷൻ ഷീൽഡിംഗ് ആൻഡ് ലൈനിങ് വർക്ക്സ്. ഇതിനൊക്കെ നോർമലി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ലെഡിന്റെ മെറ്റീരിയൽസ് ആണ് നോർമലി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ലെഡ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക.
ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. വിച്ച് ഹാമർ ഈസ് സൂട്ടബിൾ ഫോർ റിവെറ്റിംഗ്? വിച്ച് ഹാമർ ഈസ് സൂട്ടബിൾ ഫോർ റിവെറ്റിംഗ്? ഇത് നമുക്ക് റിവെറ്റിംഗ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. പക്ഷെ നമ്മൾ റിവെറ്റിംഗിന് ഉപയോഗിക്കുന്ന ടൂൾസിനും അത് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റുള്ള ടൂൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് ഹാമർ എന്ന് പറയുന്നത് അല്ലേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാമേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാമേഴ്സ് തന്നെയാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്ലാസ്റ്റിക് ഹാമർ, രണ്ടാമത്തെ ബോൾ പിൻ ഹാമർ, മൂന്നാമത്തെ ക്രോസ് പിൻ ഹാമർ, നാലാമത്തെ സ്ട്രെയിറ്റ് പിൻ ഹാമർ. 4 ഹാമേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ റിവെറ്റിംഗിന് ഉപയോഗിക്കുന്ന ഹാമർ ഏതാണ് എന്നാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതായിരിക്കും വരിക അല്ലെ? ഓപ്ഷൻ ബി ആയിരിക്കും. ബോൾ പിൻ ഹാമർ ആയിരിക്കും നമ്മൾ റിവെറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹാമർ എന്ന് പറയുന്നത്. സോ ബോൾ പിൻ ഹാമർ, നമ്മളിപ്പോൾ ഏതൊരു ഹാമർ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഹാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ബോൾ പിൻ ഹാമറിന്റെ ഫിഗർ കൊടുക്കുന്ന പോലെ തന്നെ അതിന്റെ നമുക്ക് അതിന്റെ പാർട്സ് കൂടി പഠിച്ചിട്ട് അങ്ങ് പോകാം. ബോൾ പിന്റെ നോർമലി എന്തുകൊണ്ടാണ് ഇതിൽ ബോൾ പിൻ ഹാമർ എന്ന് പറയുന്നത്? ഇതിന്റെ ഒരു ഭാഗത്ത് അല്ലെ, ഇതിന്റെ പീൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ബോൾ ഷേപ്പിലായിരിക്കും ബോൾ പിൻ ഹാമർ ഉണ്ടാകുക. ഇതല്ലാതെ 2 ഹാമർ കൂടി ഉണ്ട്. നമുക്ക് ക്രോസ് പിൻ ഹാമർ ഉണ്ട്, സ്ട്രെയിറ്റ് പിൻ ഹാമർ ഉണ്ട് അല്ലെ. രണ്ടല്ല, സിമിലർ ഷേപ്പിൽ വരുന്ന 2 ഹാമർ ഉണ്ട്. ക്രോസ് പിൻ ഹാമറും ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് പിൻ ഹാമറും ഉണ്ട്. ഇവിടെ ഉള്ള പീന് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അത് ഹാൻഡിലിന് പാരലൽ ആണ്, സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് പിൻ ഹാമറും, ഇതിന് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് പിൻ ഹാമർ, അങ്ങനെ 2 ഹാമർ ആയിട്ടാണ് പറയാറുള്ളത്. ഒരു ഹാമറിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അതിന് മെയിൻ ആയിട്ടുള്ളത് ഒരു സ്ട്രൈക്കിംഗ് ഫേസ് ആണ് അല്ലെ. നമുക്ക് അടിക്കാനുള്ള ഒരു സ്ട്രൈക്കിംഗ് ഫേസ് ആണ്. ഇവിടെ നമുക്ക് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോൾ പോലുള്ള ഇത് ഉപയോഗിക്കുന്നത്, ബോൾ പിൻ ഹാമർ. അതിന് ഒരു ഹാൻഡിൽ ഉണ്ടായിരിക്കും, ഒരു നെക്ക് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ചീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെയാണ് ചീക്ക് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ ഇപ്പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ഹാൻഡിൽ ഇടുന്ന ഹോളും അതേപോലെ തന്നെ വെഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബോൾ പിൻ ഹാമർ ഹാസ് എ റൗണ്ടഡ് ബോൾ ഷേപ്ഡ് പീൻ സ്പെസിഫിക്കലി ഡിസൈൻ ഫോർ ഫോമിംഗ് റിവെറ്റ് ഹെഡ്സ് ആൻഡ് പീനിങ് മെറ്റൽ. നോർമലി ഉപയോഗിക്കുന്നത് ബോൾ പിൻ ഹാമർ കൊണ്ട് തന്നെയാണ് റിവെറ്റ് ഹെഡ്സ് ഫോം ചെയ്യുന്നത്. നമുക്കറിയാം റിവെറ്റിന്റെ ഒരു ഭാഗമായിരിക്കും ഹെഡ് ആയിട്ട് ഉണ്ടാകുക, മറ്റേ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഷീറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ട് അല്ലെ ആ ഒരു രൂപത്തിലോട്ട് മാറ്റുന്നില്ല. ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിവെറ്റ് ആ ഒരു രൂപത്തിലോട്ട് റിവെറ്റ് ഹെഡ്സിലോട്ട് മാറ്റണം. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബോൾ പിൻ ആണ് അല്ലെ, ബോൾ പിൻ ഹാമർ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഹാമർ യൂസ്ഡ് ഫോർ റിവെറ്റിംഗ്, ഫിറ്റിംഗ് ആൻഡ് മെറ്റൽ വർക്ക്. ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഹാമർ യൂസ്ഡ് ഫോർ റിവെറ്റിംഗ്, അതേപോലെ ഫിറ്റിംഗ്, മെറ്റൽ വർക്കിനൊക്കെ നോർമലി ഉപയോഗിക്കുന്ന ഹാമർ ആണ് എന്ത് പറയുന്നത്, ഈ ഒരു ബോൾ പിൻ ഹാമർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഇതിന് ആൻസർ ബോൾ പിൻ ഹാമർ. അടുത്ത ക്വസ്റ്റ്യന്, വിച്ച് കീ ഈസ് യൂസ്ഡ് ഫോർ ഈസി ഫിക്സിംഗ് ആൻഡ് റിമൂവിങ്? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് പഠിക്കുന്നുണ്ട് അല്ലെ. അതിൽ ഏത് കീ ആണ് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റുന്ന കീ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഫെദർ കീ, ഓപ്ഷൻ ബി ജിബ് ഹെഡ് കീ, ഓപ്ഷൻ സി ഹോളോ സാഡിൽ കീ, ഓപ്ഷൻ ഡി സർക്കുലർ ടാപ്പർ കീ. ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസ് ഉണ്ട്. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീസിൽ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാനും അതേപോലെ തന്നെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും പറ്റുന്ന കീ താഴെ പറയുന്നവർ ഏത് കീ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീ ഉണ്ട്. അതിൽ നമുക്ക് ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ജിബ് ഹെഡ് കീ ആണ് അല്ലെ. ഇപ്പൊ ജിബ് ഹെഡ് ഉണ്ടാവും, ഇവിടെ ഒരു ജിബ് ഹെഡ് ആയതുകൊണ്ടാണ് ഇതിനെ ജിബ് ഹെഡ് കീ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഫെദർ കീ ഉണ്ട്, അതേപോലെ ഹോളോ സാഡിൽ കീ ഉണ്ട്, ഫാറ്റ് സാഡിൽ കീ ഉണ്ട്. ജിബ് ഹെഡ് കീ ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്, നമ്മൾ ആ ഷാഫ്റ്റിന്റെ ഒരു ഭാഗത്തേക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ടാപ്പർ പോലെ അല്ലെ, ഒരു എൻഡിലോട്ട് ടാപ്പർ ഉണ്ടായിരിക്കും. അപ്പൊ നേരെ എന്ത് ചെയ്യും, ഈ ഒരു ജോയിന്റ് നമുക്ക് ഇവിടെ കീന്റെ ആ കീ വേസിലോട്ട് ഡയറക്റ്റ് കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നു. നമുക്ക് ഊരി എടുക്കണം എന്നുണ്ടെങ്കിലും ഈ ഹെഡിൽ എന്ത് ചെയ്യും, ജിബിന്റെ ഹെഡിലാണ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഊരി എടുക്കാനും പറ്റും അല്ലെ. ജിബ് ഹെഡ് കീ ഈസ് ഹെഡ് പ്രൊജക്ഷൻ അറ്റ് വൺ എൻഡ്. ഒരു എൻഡിൽ ഒരു ഹെഡ് ഉള്ളതാണ് നമ്മൾ പറയുന്നത്, ഒരു പ്രൊജക്ഷൻ ഉള്ളതിനാണ് നമ്മൾ ജിബ് ഹെഡ് എന്ന് പറയുന്നത്, ജിബ് ഹെഡ് കീ എന്ന് പറയുന്നത്. ദിസ് ഹെഡ് അലൗസ് ടു കീ ബി ഈസിലി ഡ്രിവൺ ഇൻ ആൻഡ് പുൾ ഔട്ട് ഡ്യൂറിങ് ഡിസ്മാൻഡ്ലിംഗ് അസംബ്ലി. നമുക്ക് ഈസി ആയിട്ട് അതിലോട്ട് ചേർത്ത് വെക്കാനും അതോടെ തന്നെ ഈസി ആയിട്ട് വലിച്ച് പുറത്തോട്ട് എടുക്കാനും പറ്റുന്ന കീ എന്ന് പറയുന്നത് ഏതാണ്, ജിബ് ഹെഡ് കീ ആണ്. ഹെൻസ് ഇറ്റ് ഈസ് പ്രിഫറബിൾ വെയർ ഫ്രീക്വന്റ് റിമൂവൽ ഈസ് റിക്വയർഡ്. നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് റിമൂവ് ചെയ്യണം, ഇടണം, അങ്ങനെ കീ ഉപയോഗിക്കുന്ന ഷാഫ്റ്റുകളിൽ അല്ലെങ്കിൽ അങ്ങനെ പവർ ട്രാൻസ്മിഷൻ ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജിബ് ഹെഡ് കീ ആണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. സോ ഓപ്ഷൻ ബി ജിബ് ഹെഡ് കീ ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ് റിക്വയർഡ് അലൈനിങ് ദ ആക്സിൽ ഷാഫ്റ്റ് ഹോൾ ആൻഡ് സ്ലോട്ട് ഓഫ് ദി നെറ്റ് ഫോർ ലോക്കിംഗ്? അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് നെറ്റ് അല്ലെ, വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ് റിക്വയർ അലൈനിങ് ദി ആക്സിൽ ഷാഫ്റ്റ് ഹോൾ ആൻഡ് സ്ലോട്ട്, ആക്സിൽ ഷാഫ്റ്റ് ഹോളും സ്ലോട്ട് ഫോർ ദി ലോക്ക് നെറ്റ് ഫോർ ലോക്കിംഗ്? കാഷിൽ നെറ്റ്, ചെക്ക് നെറ്റ്, തമ്പ് നെറ്റ്, സെൽഫ് ലോക്ക് നെറ്റ്. ഇത് നമ്മൾ എവിടെ പഠിക്കുന്നത്, ഈ ഒരു ലോക്കിംഗ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ടല്ലോ,
നമ്മൾ ലോക്കിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട് അല്ലെ. ആ ലോക്കിംഗ് അറേഞ്ച്മെന്റ്സ് ഫോർ നെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട്. നമ്മൾ നെറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഡ്രോയിങ്ങിലും തന്നെ വരച്ച് പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് ലോക്കിംഗ് അറേഞ്ച്മെന്റ് ഫോർ നെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് നെറ്റാണ്, ഏത് ടൈപ്പ് ഓഫ് നെറ്റ്സ് ആണ് അല്ലെ, ഏത് ടൈപ്പ് ഓഫ് നെറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആക്സിൽ ഷാഫ്റ്റിലെ ഹോളും അതേപോലെ തന്നെ നെറ്റിലെ സ്ലോട്ടും തമ്മിൽ ഒരേ ലെവലിൽ കോയിൻസിഡൻസ് വരേണ്ട ഒരു നെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഏതാണ്? സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാം, കാഷ്യൽ നെറ്റാണ് അല്ലെ. ഈ കാഷ്യൽ നെറ്റിൽ ആക്സിൽ ഹോളും കാഷ്യൽ നെറ്റിലുള്ള ഹോളും, ഇത് കാഷ്യൽ നെറ്റ്, ഇതിൽ ജസ്റ്റ് ഇവിടെ സ്പ്ലിറ്റ് പിന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, കാഷ്യൽ നെറ്റ് കാണിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഈ കാഷ്യൽ നെറ്റിലെ, ഇതാണ് കാഷ്യൽ നെറ്റ് എന്ന് പറയുന്നത്. ഈ കാഷ്യൽ നെറ്റിലെ ഹോളും അതേപോലെ തന്നെ ഈ ബോൾട്ടിലെ ഹോളും പ്രോപ്പർ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നിട്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നെറ്റ്, ഇവിടെ ഇതിന്റെ ഉള്ളിലെ കാഷ്യൽ നെറ്റ് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. കാഷ്യൽ നെറ്റ് ഹാസ് എ സ്ലോട്ട് ഉണ്ടാവും അല്ലെ, ഡിഫറെന്റ് സ്ലോട്ടുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരു 6 സ്ലോട്ടുകൾ, ഇങ്ങനെ 3 ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്ലോട്ട്സ് ആണ് നോർമലി കാണാറുള്ളത്. ആഫ്റ്റർ ടൈറ്റനിങ് ദ ഹോൾ ഇൻ ദി ആക്സിൽ ആൻഡ് ബോൾട്ട് ഈസ് അലൈൻഡ് വിത്ത് വൺ ഓഫ് ദി സ്ലോട്ട്. നമ്മൾ ഈ ബോൾട്ടിലുള്ള ഹോളും അതേപോലെ തന്നെ ഈ നെറ്റിലുള്ള ഹോളും കൂടിയിട്ട് എന്ത് ചെയ്യും, ഒരൊറ്റ അലൈൻമെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അലൈൻ ചെയ്യണം. ദെൻ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പ്ലിറ്റ് പിന്നോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ പിന്നോ അല്ലെ, ഒരു സ്പ്ലിറ്റ് പിന്ന് അല്ലെങ്കിൽ ക്വാർട്ടർ പിന്ന് അതിലൂടെ ടൈറ്റ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, ലോക്ക് ചെയ്ത് വെക്കുന്നു. നോർമലി യൂസ് ചെയ്യുന്നത് ആക്സിൽസിൽ, വീൽ ഹബ്സിൽ, അതേപോലെ സ്റ്റിയറിംഗ് ലിങ്കേജസിലൊക്കെയാണ്. കാരണം നമുക്ക് വൈബ്രേഷൻസ് ഒക്കെ വന്നിട്ട് ഊരി പോകാനൊക്കെ, നെറ്റൊക്കെ നമ്മൾ എത്ര ടൈറ്റ് ചെയ്താലും ബോൾട്ടിൽ നിന്ന് ഊരിപ്പോകാൻ സാധ്യത ഉണ്ട് അല്ലെ. അത് വൈബ്രേഷൻസ് കാരണം അതിൽ നിന്ന് ലൂസായിട്ട് വരുമല്ലോ. അപ്പൊ അത് അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ദിസ് ടൈപ്പ് ഓഫ് കാഷ്യൽ നെറ്റ്സ് ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഊരി തെറിക്കൂല. അവിടെ ആ സ്പ്ലിറ്റ് പിന്നിൽ തന്നെ കറക്റ്റ് ആയിട്ട്, സ്പ്ലിറ്റ് പിൻ ഉണ്ടായതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലോക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. നമുക്ക് ഫാനിന്റെ നെട്ട് ബോൾട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത്, റൂഫിലൊക്കെ സീലിംഗ് ഫാനൊക്കെ ഹുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് പിന്നും കാഷ്യൽ നെറ്റ് ആയിരിക്കില്ല, അവിടെ ഒരു സ്പ്ലിറ്റ് പിന്നായിരിക്കും കൊടുക്കുക. ബോൾട്ടിൽ ഒരു ഹോൾ ഇട്ടുകൊണ്ട് അവിടെ നമ്മൾ സ്പ്ലിറ്റ് പിന്ന് കൊടുക്കാറുണ്ട്. ഇത് നെറ്റിലും കൂടി എന്തുണ്ടായിരിക്കും, ആ ഹോൾസ് ഉണ്ടായിരിക്കും അല്ലെ. കാഷ്യൽ നെറ്റിൽ സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ആ സ്ലോട്ടിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്ന് കടത്തി വിടുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കാഷ്യൽ നെറ്റാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ഹൈഡ്രോളിക് പമ്പ്? ഹൈഡ്രോളിക് പമ്പിൽ കൺവേർട്ട് ചെയ്യുന്ന എനർജി ഏതാണെന്നാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തെർമൽ എനർജി ടു ഹൈഡ്രോളിക് എനർജി, ഇലക്ട്രിക്കൽ എനർജി ടു ഹൈഡ്രോളിക് എനർജി, ന്യൂമാറ്റിക് എനർജി ടു ഹൈഡ്രോളിക് എനർജി, മെക്കാനിക്കൽ എനർജി ടു ഹൈഡ്രോളിക് എനർജി. ഏതായിരിക്കും? വിച്ച് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ഹൈഡ്രോളിക് പമ്പ്, ഹൈഡ്രോളിക് പമ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ മെക്കാനിക്കൽ എനർജി ടു ഹൈഡ്രോളിക് എനർജി അല്ലെ. മെക്കാനിക്കൽ എനർജിയിൽ നിന്നാണ് ഹൈഡ്രോളിക് എനർജി കൺവേർഷൻ വരുന്നത്. പമ്പ് ടേക്സ് മെക്കാനിക്കൽ എനർജി ആസ് എ പ്രൈം മൂവർ. ഒരു ഇലക്ട്രിക്കൽ മോട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ ഒരു മെക്കാനിക്കൽ എനർജിയാണ് അവിടെ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടറിലോട്ടുള്ള ഇലക്ട്രിക്കൽ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. അത് ഇലക്ട്രിക് മോട്ടർ ആയിട്ടാണ് നമ്മൾ അവിടെ സെപ്പറേറ്റ് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഒരു മോട്ടറോ അല്ലെങ്കിൽ എഞ്ചിനോ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെക്കാനിക്കൽ എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ മെക്കാനിക്കൽ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി ആയി കൊടുക്കുന്നത്. ഇറ്റ് കൺവേർട്സ് ഇൻ ടു ഹൈഡ്രോളിക് എനർജി ബൈ ക്രിയേറ്റിംഗ് ഫ്ലൂയിഡ് ഫ്ലോ ആൻഡ് ഇറ്റ്സ് പ്രഷർ. അവിടെയുള്ള പ്രഷർ അല്ലെ, സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പ്രഷറിന്റെ വേരിയേഷൻ കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആ ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യുന്നത്. സോ കൺവേർഷൻ ഈസ് മെക്കാനിക്കൽ ടു ഹൈഡ്രോളിക് അല്ലെ, മെക്കാനിക്കൽ ടു ഹൈഡ്രോളിക്, മെക്കാനിക്കൽ എനർജി ടു ഹൈഡ്രോളിക് എനർജി. ഡയറക്റ്റ് ആൻസർ ആണ്. സോ 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ദെൻ ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓരോ 10 ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഓരോ സെക്ഷൻ ചെയ്യുന്നത്. സോ 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഫിൽട്ടർ ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ദ പമ്പ് ഫ്രം ഫ്ലൂയിഡ് കണ്ടാമിനേഷൻസ്? അതായത് ഏത് ടൈപ്പ് ഫിൽട്ടർ ആണ് പമ്പിൽ നിന്ന് അല്ലെ, ഫ്ലൂയിഡ് കണ്ടാമിനേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പമ്പിൽ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഫിൽട്ടർ ആണ്? സെക്ഷൻ ഫിൽട്ടർ ആണോ, മാഗ്നറ്റിക് ഫിൽട്ടർ ആണോ, അബ്സോർബൻ ഫിൽട്ടർ ആണോ, മെക്കാനിക്കൽ ഫിൽട്ടർ ആണോ? അങ്ങനെ 4 ഫിൽട്ടറിനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏത് ടൈപ്പ് ഫിൽട്ടർ ആണെന്നുള്ളത് നമ്മൾ ഏതൊരു ഫ്ലൂയിഡിൽ നിന്നാണെങ്കിലും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രെയിനർ കൊടുത്തിട്ടാണ് അല്ലെ ആ ഫ്ലൂയിഡിലുള്ള കണ്ടാമിനൻസ് ആയിക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിനർ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതെന്താ, ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഫിൽട്ടർ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയാൻ സെക്ഷൻ ഫിൽട്ടർ ആണ്. സെക്ഷൻ ഫിൽട്ടർ ആണ് ഒരു സ്ട്രെയിനർ പോലെ പമ്പിന്റെ ഇൻലെറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് അല്ലെ. എ സെക്ഷൻ ഫിൽട്ടർ ഓർ സെക്ഷൻ സ്ട്രെയിനർ ഈസ് ഇൻസ്റ്റാൾഡ് അറ്റ് ദി പമ്പ് ഇൻലെറ്റ്. പമ്പിന്റെ ഇൻലെറ്റിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത്. ഇറ്റ് പ്രിവെന്റ്സ് ഡേർട്ട്, മെറ്റൽ പാർട്ടിക്കിൾസ് ആൻഡ് ഡെബ്രീസ് ഫ്രം ദി എൻട്രിങ് ടു ദി പമ്പ്. പമ്പിലോട്ട് കയറുന്നത് അതൊരു പ്രൈമറി ഫിൽട്ടർ പോലെ ആക്ട് ചെയ്യുന്നത് അല്ലെ. ബൈ സ്റ്റോപ്പിംഗ് കണ്ടാമിനൻസ് ബിഫോർ ദ റീച്ച് ഇറ്റ് പമ്പ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ പമ്പ് കമ്പോണൻസ് വിയർ ആൻഡ് ഡാമേജ്. നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെയിനർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സെക്ഷൻ ഫിൽട്ടർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ തടഞ്ഞു വെക്കുന്നത് കൊണ്ട് പമ്പിന്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യില്ല,
ഈ ഒരു മെറ്റൽ പാർട്സോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഡേർട്ടോ കാര്യങ്ങളൊക്കെ കയറിയിട്ട് ഈ മെറ്റൽ ഈ ഒരു റോട്ടറോ അല്ലെങ്കിൽ ഗിയറൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കടന്ന് കറങ്ങുന്ന സമയത്ത് അവിടെ വിയർ ആൻഡ് ടിയർ ഒക്കെ കൂടുകയും നമുക്ക് ആ പമ്പിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രഷർ ലഭിക്കാതെ വരികയും ചെയ്യും പിന്നീട്. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ സെക്ഷൻ ഫിൽറ്റർ കൊടുക്കുന്നു. അതാണ് നോർമലി ചെയ്യുന്നത്. സെക്ഷൻ ഫിൽറ്റർ ആണ് ഇതിന്റെ പ്രോപ്പർ ആയിട്ട് ആൻസർ. മാഗ്നറ്റിക് ഫിൽറ്റർ എന്ന് പറയുന്നത് ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നുണ്ടോ, മാഗ്നറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വലിച്ചെടുക്കാൻ വേണ്ടി മാഗ്നറ്റിക് ഫിൽറ്റർ എന്നൊക്കെ പറയുന്നത് ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നതാണ്. സോ ഓപ്ഷൻ എ സെക്ഷൻ ഫിൽറ്റർ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മൾ പമ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ തൊട്ട് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഓപ്പറേറ്ററിൽ മെക്കാനിക്കൽ ചോദിച്ചിട്ടുള്ള ഒരു 10 ആയിട്ട് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കി വരുന്ന 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.